ടാലി പ്രൈമില് നമ്മൾ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടാലി പ്രൈം എന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഒരു കമ്പനി ക്രിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും അഡ്രസ്സൊക്കെ കൊടുക്കുന്നതിനെയാണ് കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ടാലി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീൻ വന്നു നിൽക്കും. ഇതിനകത്ത് ഇത് പറയുന്നത് സ്റ്റാർട്ടപ്പ് സ്ക്രീൻ എന്നാണ് പറയുക. ഈ തുടക്കത്തിലുള്ള സ്ക്രീനെ പറയുന്ന പേര് സ്റ്റാർട്ടപ്പ് സ്ക്രീൻ. ഇതിനകത്ത് ക്രിയേറ്റ് കമ്പനി ഉണ്ട്. ക്രിയേറ്റ് കമ്പനി ഇതെടുത്തിട്ട് എൻ്റർ അടിക്കുക. അതിന്റെ മീതെ വെച്ചതിന് ശേഷം നമ്മൾ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ മൗസ് കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഒരു ഫോം വരും. ആ ഫോമിനകത്ത് കമ്പനിയുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യണം. ഫസ്റ്റ് പറയുന്നത് കമ്പനിയുടെ പേരാണ് ചോദിക്കുന്നത്. കമ്പനി നെയിം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണോ ആ സ്ഥാപനത്തിന്റെ പേര് കൊടുക്കണം. ഞാൻ എക്സാമ്പിൾ ആയിട്ടൊരു ABC കമ്പനി എന്ന് കൊടുത്തിട്ടുണ്ട്. മെയിലിംഗ് നെയിം, കത്തുകൾ വരാനുള്ള പേരാണ് മെയിലിംഗ് നെയിം. അത് സെയിം പേര് തന്നെ അവിടെ വരും. പിന്നെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. കമ്പനിയുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. സ്റ്റേറ്റ്, ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് കൊടുക്കുന്നു. പിൻകോഡ്, നമ്മൾ പിൻകോഡ് 6065 പിൻകോഡ് കൊടുക്കില്ല, ആ പിൻകോഡ് കൊടുക്കാനുള്ളതാണ്. ടെലഫോൺ നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കാനുള്ളതാണ്. അതുകഴിഞ്ഞിട്ട് മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ്റെ, ഫാക്സ് നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ് അഡ്രസ്സ്. കമ്പനിക്ക് ഉള്ള കമ്പനി കൊടുക്കും, ഇല്ലാത്ത കമ്പനി ഇത് കൊടുക്കില്ല. ദെൻ ഇവിടെ സാമ്പത്തിക വർഷം എന്നാണ് തുടങ്ങുന്നത്. നമ്മളെ ഇന്ത്യയിൽ ഏപ്രിൽ 4-നാണ് സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 1-4 കൊടുക്കും. ദെൻ 2024 2025 ഏത് വർഷമാണെങ്കിൽ കൊടുക്കാം. ദെൻ ബുക്സ് ബിഗിനിങ് ഫ്രം എന്നുള്ളടത്ത് ബിസിനസ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, നിങ്ങളുടെ ബിസിനസ് എന്നാണോ തുടങ്ങുന്നത് ആ ബിസിനസ് തുടങ്ങുന്ന ദിവസം കൊടുക്കാം. അത് ഏത് ബിസിനസ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ തുടങ്ങാമല്ലോ. അപ്പൊ ബിസിനസ് തുടങ്ങുന്ന ദിവസമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ സെയിം ഡേറ്റ് തന്നെ കൊടുത്താലും മതി. ഇവിടെ നമ്മൾ ഏപ്രിൽ അങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബുക്സ് ബിഗിനിങ് ഫ്രം കൊടുക്കുന്നു. ഇത് പാസ്വേഡ് സെറ്റിംഗ്സ് ആണ്, പിന്നീട് പറയാം, വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം. ഇനി അടുത്ത് വരുന്നത് ലാസ്റ്റ് ഭാഗത്ത് വരുന്നെല്ലാം കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ബേസ് കറൻസി സിമ്പിൾ, കറൻസിയുടെ സിമ്പിള് റുപ്പീസിന്റെ സിമ്പിൾ കണ്ടിട്ടില്ല, ആ സിമ്പിളാണ്. ഫോർമൽ നെയിം INR, ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയും. ഇനി സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട്, അതിപ്പോ നോൺ ആണ് ഇവിടെ കാണുന്നത്. സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട് നോൺ ആണെങ്കിൽ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ പിന്നെടുക്കുമ്പോൾ ഇതുപോലെ വരാം. ആദ്യം സിമ്പിളും പിന്നീട് സംഖ്യയും. ഇനി നാക്കി കഴിഞ്ഞാൽ ആദ്യം സംഖ്യയും പിന്നീട് സിമ്പിളും വരും. നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റും. സിമ്പിൾ തുടക്കത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം, നോന്നാക്കണം. സിമ്പിള് സംഖ്യയുടെ അവസാനത്തോട്ട് പോകണമെങ്കിൽ നാക്കണം. അപ്പൊ ഇവിടെ വരണം, നിങ്ങളെ ഇഷ്ടാനുസരണം കൊടുക്കാം. ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ, എമൗണ്ട് സിമ്പിൾ തമ്മിൽ, ഇവിടെ എമൗണ്ട് സിമ്പിൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ടല്ലേ, ഈ ഗ്യാപ്പ് വേണം, സ്പേസ് വേണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ എമൗണ്ട് മില്യൺസിൽ കാണിക്കണമെങ്കിൽ എന്ന് കൊടുക്കാം. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്, പോയിന്റ് കഴിഞ്ഞ എത്ര സംഖ്യ വേണം, പോയിന്റ് കഴിഞ്ഞ സംഖ്യ വേണം. 10 രൂപ 50 പൈസ വരുമ്പോൾ ഒരു പോയിന്റ് വരുന്നില്ല, ഡെസിമൽ വരുന്നില്ലേ. അതിനുശേഷം 5 ഉണ്ട്, 0 ഇല്ല, അപ്പൊ 2 സംഖ്യ ഇല്ലേ. പോയിന്റ് കഴിഞ്ഞ എത്ര സംഖ്യ വേണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ വേർഡ് റെപ്രസെന്റിങ് എമൗണ്ട് ആഫ്റ്റർ ഡെസിമൽ, ഡെസിമലിന് ശേഷം പോയിന്റിന് ശേഷം പറയുന്ന വാക്ക് എന്താ, 50 പൈസ അല്ലെ, 50 പൈസ, പൈസ എന്നല്ല നമ്മൾ പറയാം. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് പൈസ എന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ഫോർ എമൗണ്ട് ഇൻ വേർഡ്സ്, എമൗണ്ട് ഇൻ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇത് എമൗണ്ട് ഇൻ വേർഡ്സിൽ വരുമ്പോൾ 10 rupees 50 പൈസ. അപ്പോൾ ഇവിടെ പോയിന്റ് ഉണ്ട് വിചാരിക്കാം. പോയിന്റിന് ശേഷം ഡെസിമലിന് ശേഷം 50 പൈസ എന്നല്ല പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കുന്നതാണ് 50 പൈസ. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്, പോയിന്റ് കഴിഞ്ഞ എത്ര വാക്ക് വേണം, 2 വാക്ക് വേണം. 50 വാക്കാണ്, പൈസ വേറെ വാക്കാണ്, അപ്പൊ 2 വാക്ക് വേണം എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് സേവ് അടിക്കുന്നു. സേവ് ചെയ്യണോ ചോദിക്കും, ആക്സെപ്റ്റ് ചെയ്യണോ ചോദിക്കും, സ്വീകരിക്കണോ ചോദിക്കും. ഒന്നുകൂടി എൻ്റർ ചെയ്യുക. അപ്പൊ അത് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കാണിക്കും കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഈ സമയത്ത് കീബോർഡിൽ എസ്കേപ്പ് 3 പ്രാവശ്യം പ്രസ് ചെയ്യുക. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ പേര് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ്